ഡൽഹി കലാപക്കേസിൽ ഉമർ ഖാലിദ്, വിദ്യാർത്ഥി നേതാവായ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യമില്ല. ഡൽഹി ഹൈക്കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. അച്യുതൻ നൽകും വിശദാംശങ്ങൾ. അച്യുതൻ, പല കേസുകളിലും ഇതിനു മുമ്പ് ഉമർ ഖാലിദിനെതിരെ എടുത്ത കല്ലെറിഞ്ഞു തുടങ്ങിയ കേസുകളിലൊക്കെ ജാമ്യം ലഭിച്ചതാണ്. പക്ഷേ ഈ ഗൂഢാലോചന കേസ് ഇയാൾ ജയിലിൽ തുടരാൻ കാരണമായ പ്രധാനപ്പെട്ട കേസാണിത്. എന്തൊക്കെ വാദങ്ങളാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉയർന്നത്? എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യാപേക്ഷ നിഷേധിച്ചത്? 2020 കലാപ കേസിൽ, ഗൂഢാലോചന കേസിലായിരുന്നു ഉമർ ഖാലിദ് ഉൾപ്പെടെ ഇപ്പോൾ 8 പ്രതികൾക്ക് ജാമ്യം ഡൽഹി ഹൈക്കോടതി നിഷേധിച്ചിരിക്കുന്നത്. നേരത്തെ തസ്ലീം അഹമ്മദിന്റെ ജാമ്യം നിഷേധിച്ചത് ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ ഡിവിഷൻ ബെഞ്ചാണെങ്കിൽ ഇവിടെ ജസ്റ്റിസ് നവീൻ ചൗളയുടെ ഡിവിഷൻ ബെഞ്ചാണ് ഈ 9 പ്രതികൾക്കും ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. അതായത് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് കലാപത്തിന് തൊട്ടു മുൻപ് രഹസ്യ കൂടിക്കാഴ്ചകൾ, രാത്രി കേന്ദ്രീകരിച്ച് ചില രഹസ്യ കൂടിക്കാഴ്ചകൾ നടന്നു. വാട്സപ്പ് വഴി ഇതുമായി കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങൾ പങ്കുവച്ചു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയിൽ വാദം തുടരുന്ന ഘട്ടത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ അതിനെ എതിർത്തുകൊണ്ടായിരുന്നു പ്രതികൾ വാദം ഉന്നയിച്ചത്. അതായത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗം എന്ന നിലയിൽ കേസെടുക്കാൻ കഴിയുമോ എന്നായിരുന്നു. താൻ ഒരു സന്ദേശവും പങ്കുവച്ചിട്ടില്ല, മറിച്ച് ഗ്രൂപ്പിൽ അംഗമായിരുന്നു എന്നതിന്റെ പേരിൽ തന്നെ കുറ്റക്കാരനാക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉയർത്തുകയുണ്ടായി. ഒപ്പം തന്നെ ഈ രഹസ്യ കൂടിക്കാഴ്ച അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നതുൾപ്പെടെയുള്ളവ എതിർക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ 9 പ്രതികൾക്കും ഉമർ ഖാലിദ് ഉൾപ്പെടെ 9 പ്രതികൾക്കും ജാമ്യം തള്ളിയിരിക്കുകയാണ്. ജസ്റ്റിസ് നവീൻ ചൗള, ജസ്റ്റിസ് ഷാലിന്ദർ കൗർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. അത്തർ ഖാൻ, ഖാലിദ് സൈഫി, മുഹമ്മദ് സലീം ഖാൻ, ഷിഫ ഉർ റഹ്മാൻ, മീരൻ ഹൈദർ, ഗർഫിഷ ഫാത്തിമ, ഷദാബ് അഹമ്മദ് എന്നിവരാണ് മറ്റ് പ്രതികൾ. അങ്ങനെ ഉമർ ഖാലിദ് ഉൾപ്പെടെ ഈ 8 പ്രതികൾക്കും ഇപ്പോൾ ജാമ്യം തള്ളിയിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി. അച്യുതൻ, ഉമർ ഖാലിദിന്റെ കാര്യം എടുത്താൽ നമുക്കറിയാം, വർഷങ്ങളായി അയാളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇടപെടലുകൾക്ക് BJPയുടെ കണ്ണിൽ കരടാണ് അയാൾ. അത് JNU വിദ്യാർത്ഥിയായിരുന്ന കാലത്തെ രാജ്യദ്രോഹ കേസിൽ, പിന്നീട് ഇങ്ങോട്ട് ഭീമ കൊരഗാവ് കേസുമായി ബന്ധപ്പെട്ട, സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൽ, ഏറ്റവും ഒടുവിലാണ് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിലും പ്രതി ചേർക്കപ്പെടുന്നത്. വലിയ നീതി നിഷേധം ഉമർ ഖാലിദ് നേരിടുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വിചാരണ തടവ് എന്നത് രാജ്യത്ത് എത്രയോ ആളുകൾ ഇത്തരത്തിൽ വിചാരണ തടവുകാരായി അവരുടെ നീതി ലഭിക്കാതെ ജയിലുകളിൽ തുടരേണ്ട അവസ്ഥയുമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ടൈം ലൈൻ പരിശോധിച്ചാലും അത്തരത്തിൽ പല ഘട്ടങ്ങളിലായി ചില സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾ, ഒരാഴ്ചയോ മറ്റോ ഒക്കെ മാത്രമാണ് ജാമ്യം ലഭിച്ചിട്ടുള്ളതും. തുടർ നിയമ നടപടികളുടെ സാധ്യതകൾ എന്താണ് ഉമർ ഖാലിദിന് മുന്നിലുള്ളത് ഇനി? നിലവിൽ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇനി ഉമർ ഖാലിദ് ഉൾപ്പെടെ 9 പ്രതികൾക്ക് മുമ്പിലുള്ളത് സുപ്രീം കോടതിയിലേക്ക് ജാമ്യാപേക്ഷ നൽകുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. എന്തായാലും നിയമവശത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലേക്കായിരിക്കും ഇനി പ്രതികൾ ജാമ്യാപേക്ഷ നൽകുക. നിലവിൽ ഈ ഒരു ജാമ്യാപേക്ഷയുടെ വാദം തുടർന്ന ഘട്ടത്തിൽ സോളിസിറ്റർ ജനറൽ ആയിരുന്നു ഈ ഡൽഹി പോലീസിന് വേണ്ടി ഹാജരായത്. അദ്ദേഹം പറഞ്ഞത് ഈ കലാപത്തിന് വേണ്ടി ഒരു പ്രത്യേക ദിവസം തെരഞ്ഞെടുത്തു. ഈ തീവെപ്പുകൾ പലയിടത്തും നടത്തുകയുണ്ടായി. അങ്ങനെ ഈ രാജ്യത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന ശ്രമമാണ് പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന ശക്തമായ വാദങ്ങൾ ഡൽഹി പോലീസിന് വേണ്ടി സോളിസിറ്റർ തുടരുക.